വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരു അപരിചിതൻ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറില്ലേ ആരാ എന്താ എന്ന്? വളരെ ആശ്ചര്യത്തോടെയായിരിക്കും നമ്മുടെ ആ ചോദ്യം. ഈ ഒരു മനോഭാവമാണ് സംഘികൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുള്ളത്. അതായത് അവർക്ക് പിടിക്കാത്ത ഏതെങ്കിലും രീതിയിലുള്ള ഒരു പോസ്റ്റോ വീഡിയോയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം സോഷ്യൽ മീഡിയക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ വരും. അതായത് അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയതുപോലെയുള്ള ഒരു മനോഭാവം. ആരാ എന്താ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? ഇതൊക്കെ വർഗീയതയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? ഇത് അവരുടെ ഒരു രീതിയാണ്. ഈ രീതിക്ക് ചുട്ട മറുപടികൾ ലഭിക്കാറുണ്ടെങ്കിൽ പോലും നാണവും മാനവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൊണ്ടുപോകുന്നത് ഇവരുടെ ഒരു ശീലമാക്കി അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. പേടിയുള്ളവർ ഇത് കേട്ടിട്ട് പേടിച്ചോടും. പക്ഷേ പേടിയില്ലാത്ത ആളുകൾ അവരെ പേടിപ്പിച്ചോടിക്കാറാണ് പതിവ്. അതായത് നിലവിൽ സോഷ്യൽ മീഡിയയിൽ സംഘികൾ ചെയ്യുന്ന പേക്കൂത്തുകൾക്ക് ഇരയായിരിക്കുകയാണ് ശ്രിയ രമേശ് എന്ന് പറയുന്ന ലൂസിഫറിലെ നായിക. അതായത് ലൂസിഫറിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്ത ശ്രിയ രമേശ് മലയാളികൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. അതിന് കാരണം അവരുടെ സൗന്ദര്യം തന്നെയാണ്. ആ സൗന്ദര്യം മലയാളികൾ ഏറ്റുപിടിക്കുകയും ശ്രിയ രമേശിന്റെ പരിധി സോഷ്യൽ മീഡിയയിൽ പല ആളുകളും എത്തുകയും ചെയ്തതോടുകൂടി ശ്രിയ രമേശ് ട്രെൻഡിംഗ് ആയി മാറിയത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ശ്രിയ രമേശിന്റെ സൗന്ദര്യം തന്നെയാണ് ഹൈലൈറ്റ് ആയി പറയേണ്ടത്. എന്തായാലും ശ്രിയ രമേശിന് ഇപ്പോൾ 8ന്റെ പണിയുമായി വന്നിരിക്കുകയാണ് സൈബർ ഇടത്തെ സംഘപരിവാർ കേന്ദ്രങ്ങൾ. അതായത് ശ്രിയ രമേശ് പെരുന്നാളിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പർദ്ദ ധരിച്ച ഒരു ചിത്രവുമായി വരുന്നു. ഇത് കണ്ട ഉടൻ തന്നെ ചില ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ അവർക്കിടയിലെ ഒരാളാകാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് പർദ്ദ ധരിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമല്ലേ? ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ വന്ന് റംസാൻ ആശംസയും അതുപോലെ തന്നെ ഈദ് ആശംസകളും പറയേണ്ടതില്ല എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വാദം. എന്നാൽ ഇതിന് കലക്കൻ ചുട്ട മറുപടിയാണ് ശ്രിയ രമേശ് നൽകിയിട്ടുള്ളത്. അതായത് ഞാൻ സൗദിയിലാണ് കുറച്ചു കാലം ഉണ്ടായിരുന്നത്. ആ സമയങ്ങളിലൊക്കെ ഞാൻ പർദ്ദ ധരിക്കാറുണ്ട്. ഈ പർദ്ദ മുസ്ലിങ്ങൾ മാത്രം ധരിക്കണം എന്നില്ല, എല്ലാവർക്കും ധരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാനും ധരിച്ചിട്ടുള്ളത്. ഈ പർദ്ദക്ക് ഒരുപാട് ബഹുമാനം നൽകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇത് മതപരമായി മാത്രമല്ല, എല്ലാ രീതിയിലും ഇത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു വസ്ത്രം തന്നെയാണ് എന്നാണ് പർദ്ദയെക്കുറിച്ച് ശ്രിയ രമേശ് ഇത്തരം കമന്റുകൾക്ക് മറുപടി നൽകിയത്. ഈ കമന്റുകൾ കിട്ടിയ സംഘികൾക്ക് 8ന്റെ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശ്രിയ രമേശിന്റെ ഈ മാസ് മറുപടിയെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റുള്ളവരും രംഗത്ത് വന്നതോടുകൂടി ഇത്തരക്കാർ കളം വിട്ടിരിക്കുകയാണ്. എന്തായാലും ശ്രിയ രമേശിന്റെ ആ പർദ്ദയിട്ട ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. പെരുന്നാൾ ആശംസകളുമായി വന്ന ചിത്രങ്ങളിൽ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇത്. ഇത്തിരി വൈകിയാണെങ്കിലും ഈ ചിത്രം പൊളിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയക്കാർ വിളിച്ചു പറയുന്നുള്ളത്. എന്തായാലും ഈ ചിത്രം ഇപ്പോൾ ട്രെൻഡിംഗ് ആവുന്നതോടുകൂടി സംഘികൾക്ക് ഹാലിളകി തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.